നോർത്തേൺ അയർലൻഡിൽ വന്നിട്ട് കുറച്ചാണെങ്കിലും ഡിസപ്പോയിന്റഡ് ആയത് ഈ സ്ഥലം കണ്ടപ്പോഴാണ്. ഗെയിം ഓഫ് ത്രോൺസിലൂടെ ഫേമസ് ആയ ഡാർക്ക് ഹെഡ്ജസ് ആണിത്. 1755-ൽ ജെയിംസ് സ്റ്റുവർട്ട് എന്ന വ്യക്തി തന്റെ കൊട്ടാരം പോലെയുള്ള വീട്ടിലേക്ക് വരുന്ന അതിഥികളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എൻട്രൻസ് റോഡിൽ 150ഓളം ബീച്ച് മരങ്ങൾ നട്ടുവളർത്തി. കാലക്രമേണ മരങ്ങൾ വളർന്ന് ശിഖരങ്ങൾ കൂടിച്ചേർന്ന് ഇതൊരു ഹോണ്ടിങ് ടണൽ പോലെയായി മാറി. ഏകദേശം 250 വർഷമാണ് ബീച്ച് മരങ്ങളുടെ ആയുസ്സ്. അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ അവയുടെ ആയുസ്സിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതിനു പുറമെ ഇടയ്ക്കിടെയുള്ള കൊടുങ്കാറ്റിൽ ഒരുപാട് മരങ്ങൾ വീണുപോയി. കുറേ മരങ്ങൾ ടൂറിസ്റ്റുകളുടെ സേഫ്റ്റിക്കായി മുറിച്ചു മാറ്റേണ്ടി വന്നു. ഇപ്പോൾ ഏകദേശം 90 മരങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. പഴയ പ്രതാപം മുഴുവനായി നഷ്ടപ്പെട്ടില്ലെങ്കിലും അധികം നാൾ ഈ ഡാർക്ക് ഹെഡ്ജസ് ഇതുപോലെ ഉണ്ടാവില്ലല്ലോ എന്നോർത്തിട്ടാണ് ഡിസപ്പോയിന്റഡ് ആയത്. അതുകൊണ്ട് ഡാർക്ക് ഹെഡ്ജസ് കാണാൻ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് നോർത്തേൺ അയർലൻഡിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇലകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഓട്ടത്തിന്റെയും സമ്മറിന്റെയും ഇടയ്ക്കുള്ള സമയത്ത് വരികയാണെങ്കിൽ ഇതിന്റെ ഭംഗി കുറച്ചുകൂടെ നന്നായി ആസ്വദിക്കാൻ പറ്റും. ഈ റീൽ നിങ്ങളുടെ നോർത്തേൺ അയർലൻഡ് ട്രിപ്പിനായി സേവ് ചെയ്ത് വെക്കൂ. കൂടെ വരാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കണേ.